രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് അംഗമായി കടന്നപ്പള്ളി രാമചന്ദ്രൻ എത്തുകയാണ്. അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നു. മന്ത്രിസഭയിൽ മന്ത്രിക്കുപ്പായത്തിൽ അദ്ദേഹത്തിന് ഇത് മൂന്നാം ഊഴമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ, വെല്ലുവിളികളെല്ലാം തത്സമയം റിപ്പോർട്ടർ ടിവിയോടൊപ്പം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ആദ്യം തന്നെ ആശംസകൾ. എന്താണ് പുതിയ മന്ത്രിക്ക് കേരളത്തിന് നൽകാനുള്ള ഉറപ്പ്? നമ്മുടെ ഇന്ന് സത്യപ്രതിജ്ഞയാണല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് നൽകുന്നത്. എല്ലാവർക്കും ഏത് വകുപ്പാണ് ആർക്കാണ് നൽകേണ്ടത് തീരുമാനിക്കുന്നത് അതിൻ്റെ എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെങ്കിൽ പഴയതാണ് എന്നുള്ള ധാരണയിലാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ വകുപ്പുകൾ ഏതായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ, ആ വകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് ആദ്യത്തെ നമ്മുടെ VS മന്ത്രിസഭയിൽ അംഗമായിട്ടാണ് ആദ്യമായിട്ട് മന്ത്രിയാകുന്നത്. അതന്ന് ദേവസ്വം പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നാം പിണറായി സർക്കാരിൽ 5 വർഷവും തുറമുഖം, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പിലാണ്. ഈ ഘട്ടങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മുടെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു വളരെ ബൃഹത്തായ വിപുലമായൊരു മേഖലയാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ സമ്പൂർണ്ണമായ പിന്തുണയും സഹായങ്ങളും പ്രോത്സാഹന നിർദ്ദേശങ്ങളൊക്കെ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല 100% ഞാൻ അവകാശപ്പെടുകയില്ല. അതാണ് ഇനിയും ചെയ്യാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൽ 5 വർഷം അങ്ങേക്ക് സമയം കിട്ടിയിരുന്നു ആ പ്രവർത്തിക്കാനുള്ള ഒരു സമയം. പക്ഷേ ഇത്തവണ ഒരു ഹണിമൂൺ പീരീഡ് ഇല്ല. കഷ്ടി 28 മാസമാണ് ഉള്ളത്. അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, വലിയ വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടത്തിലാണ് മന്ത്രിയാകുന്നത്. അത് ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രതിസന്ധിയാകും. ഈ ചെറിയ സമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നത് പ്രതിസന്ധിയാകുമെന്ന് കരുതുന്നുണ്ടോ? അതിൻ്റെ പ്രതിസന്ധി ആവില്ലെങ്കിലും ആ ചെറിയ സമയം മാത്രമേ കിട്ടൂ എന്നത് വാസ്തവത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ആ ബൃഹത്തായ പദ്ധതിയായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ചില പ്രായോഗികമായ ചില സമയം, പക്ഷേ അത് അങ്ങനെ ആയിപ്പോയി എന്നതുകൊണ്ട് ആത്മവിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഒന്നുമില്ല. അത് ആ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന അത്രയും അതിനുവേണ്ടി പൂർണ്ണ സമർപ്പണത്തോടുകൂടി അതിന് പ്രവർത്തിക്കാവുന്നതാണ്. അതിന് പൂർണ്ണ പിന്തുണയും സഹായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് കരുത്തനായ മുഖ്യമന്ത്രിയുണ്ട്. വകുപ്പ് തുറമുഖമായിരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങാണ് ഇതിൻ്റെ തുടക്കം. ഈ വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ഘട്ടത്തിലൊക്കെ തന്നെ അങ്ങ് മന്ത്രിയായിരുന്നു. പക്ഷേ സാഹചര്യം മാറിയിരിക്കുന്നു. കുറേ കൂടി ഗ്ലാമറുള്ള ഒരു വകുപ്പായി തുറമുഖ വകുപ്പ് മാറിയിരിക്കുകയാണ്. ആ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി വിഴിഞ്ഞവുമാണ്. അപ്പോൾ ആ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളൊരു മുന്നോട്ടുള്ള മാസ്റ്റർ പ്ലാൻ? അതായത് വിഴിഞ്ഞം പദ്ധതി നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യത്തെ 5 വർഷം അതിന് പ്രാഥമിക പ്രവർത്തനങ്ങൾ കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു. അത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഈ കഴിഞ്ഞ 2 വർഷം പിന്നെ ആ വകുപ്പ് മന്ത്രി ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമൊക്കെ ആ നിലയിൽ അതിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ട ശ്രമങ്ങളിൽ നൽകിയ പിന്തുണയും ശക്തിയും ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു ഘട്ടം. ഇതിപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകത നിറഞ്ഞ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ പൂർത്തീകരണത്തിൻ്റെ ഘട്ടം എത്തുമ്പോഴേക്കും തീർച്ചയായും അതിനുവേണ്ടി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരുത്തും ശക്തിയും പിന്തുണയും എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തി അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലത്തീൻ രൂപതയുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ വേണം. പക്ഷേ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സർക്കാരിനോട് അത്ര പൂർണ്ണമായ പിന്തുണ നൽകുന്നില്ല. ഇപ്പോൾ ലത്തീൻ സഭാ നേതൃത്വവുമായൊക്കെ തന്നെ വൈകാതെ ഒരു കൂടിക്കാഴ്ച, അവരെ കൂടി നമുക്കൊപ്പം നിർത്താൻ വേണ്ടി പറ്റുന്ന നിലയിലുള്ള ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ചെറുതും വലുതുമായ വിഷയങ്ങളൊക്കെ അന്ന് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ കേരളത്തിനെ പോലുള്ള ജനസന്ധതയുള്ള ഒരു പ്രദേശത്ത്, അത് തീരപ്രദേശമായിരുന്നാലും മലയോരമായിരുന്നാലും മധ്യഭാഗമായിരുന്നാലും ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്.
അതെ അതെ. ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ 748 കോടി രൂപ പ്രത്യേക ഒരു പദ്ധതി മുഖ്യമന്ത്രി അനുവദിച്ചു. ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ 3.5 കൊല്ലം മന്ത്രിയായിരുന്ന കാലത്താണ് അത് ചെയ്തത്. ഒന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? റോഡ് വേണം, പാലം വേണമെന്ന് പറയുമ്പോൾ തുടർ തന്നെ അതിന് ചില പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വീടുകൾ ഒഴിയേണ്ടി വരും, പിന്നെ കടകൾ, ഇങ്ങനെയൊക്കെയുണ്ട്. അത് ഒരു പ്രായോഗികമായി പലപ്പോഴും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുടെ പശ്ചാത്തലത്തിൽ അത് അല്പം ഒന്ന് തളർത്തേണ്ടി വരും. ഇങ്ങനെയാണ് അത് സ്പീഡ് കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇതൊക്കെ സ്വാഭാവികം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരു സമന്വയത്തിൻ്റെ, ഒരു സൗഹൃദത്തിൻ്റെ ആവശ്യകതയുടെ ഒക്കെ തന്നെ പറഞ്ഞ് ഈ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ക്രിസ്തീയ സഭകളും ചൂണ്ടിക്കാണിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും വിലയിരുത്തിക്കൊണ്ടും എങ്ങനെയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പരിപാടികളുമായി കർമ്മപദ്ധതികൾ മുന്നോട്ട് പോകാൻ കഴിയുക, അവരുടെ കൂടി സഹായത്തോടെ, സഹകരണത്തോടെ, സമന്വയത്തോടെ, പിന്തുണയോടെ, ഇതായിരിക്കും അതിന് ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിനുള്ള ഒരു സമീപനമാണ് ഞാൻ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെല്ലാം മുഖ്യമന്ത്രിയുടെ അവസാന വാക്കിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, LDFൽ പല ഘടകകക്ഷികൾ, പഴയ LJD, അതായത് ഇപ്പോഴത്തെ RJD, അതുപോലെ തന്നെ RSP ലെനിസ്റ്റ്, അവർക്കൊന്നും മന്ത്രിസ്ഥാനം പരിഗണിക്കപ്പെടാത്ത സാഹചര്യം. പക്ഷേ ഒന്നാം പിണറായി മന്ത്രിസഭയിലും രണ്ടാം പിണറായി മന്ത്രിസഭയിലും എവിടെ ഒരു പരിഗണനയിലും കടന്നപ്പള്ളിക്ക് ആ ഒരു സീറ്റ് ഉറപ്പാണ്, മന്ത്രിസ്ഥാനം ഉറപ്പാണ്. എന്താണ് ആ ഒരു ഗുട്ടൻസ്? ഈ 1980 മുതലുള്ള ആ ഒരു അടിയുറച്ച ഇടതുമുന്നണിക്കൊപ്പം നിന്നതിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരംഭം തൊട്ട് അതിൻ്റെ ഭാഗമാണ് ഞാൻ. പല മഹാരഥന്മാരും പല പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരൊക്കെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാറുകയും പുറത്തു പോവുകയും ചെയ്തപ്പോഴും ലാഭനഷ്ടങ്ങളോ പദവികളോ അധികാരമോ ഒന്നും ചിന്തിക്കാതെ ഈ 1980 മുതൽ ഇതുവരെ ഒരു തരത്തിലുള്ള വിയോജിപ്പുകളും ഇടതുമുന്നണിയുമായി ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. ഇല്ല. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണോ ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഓരോ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകളുടെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഭാവങ്ങളും എല്ലാം ഉണ്ടാവും. അത് സമന്വയിച്ച് പോകുന്നതാണ് ഒരു മുന്നണി. അതിൻ്റെ മുന്നണി അല്ല ഏകപക്ഷീയമായി പോരെ. അപ്പോൾ ആ മുന്നണിയുടെ കൂട്ടായ്മയും പ്രവർത്തനങ്ങളും അത് വിജയിപ്പിക്കുക. ആ വിജയിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഞങ്ങളുടെ പങ്കാളിത്തം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി മുന്നണിക്ക് ഞങ്ങൾ വലിയ അപാരമായ ശക്തിയുള്ള വലിയ അങ്ങനെ അജയ്യമായ സംഘടനയൊന്നും അവകാശപ്പെടുകയില്ല. പക്ഷേ ഞങ്ങളുടെ കീഴ്തലം തൊട്ടുള്ളവരുടെ പ്രതിബദ്ധതയും വിശ്വാസ്യതയുമാണ്, സത്യസന്ധതയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഗാന്ധിയിലേക്ക് മടങ്ങും, രാജ്യത്തെ രക്ഷിക്കുക എന്നാണ് ഞങ്ങളുടെ നയം. അപ്പോൾ ഗാന്ധിയൻ മൂല്യങ്ങൾ, ആ വിശ്വാസ്യത, ആ സത്യസന്ധത, ഇതാണ്. അധികാരങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നതൊക്കെ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ആ ഘടകത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാടുകളിൽ മായം ചേർക്കുകയും വെള്ളം ചേർക്കുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിൽക്കേണ്ടിടത്ത് നിൽക്കുക. അതിവിടെ വന്നപ്പോൾ അവിടെ നിന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ. അത് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും തീരാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച നിലപാടുകളാണ്. പുതിയ മന്ത്രി അങ്ങേക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന KP ഗണേഷ് കുമാർ ചില തീരുമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മന്ദിരം വേണ്ട, അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കും. അങ്ങേക്ക് അത്തരത്തിൽ എന്തെങ്കിലും പുതിയ മന്ത്രിക്ക് എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഉണ്ടോ? ഇല്ല. അത് നമ്മൾ അതിലും ഈ ഏകപക്ഷീയമായി ഞാൻ അങ്ങനെ ഒരു പറയാൻ ഉദ്ദേശിക്കുക ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ വേണ്ടുന്ന ഉചിതമായ സന്ദർഭത്തിൽ ഉചിതമായ തീരുമാനം എടുക്കുന്നല്ലാതെ ഒരു നേരത്തെ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം വേണമെന്നുള്ളത് ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബഹുമാനായ സഹപ്രവർത്തകൻ അത് പ്രഖ്യാപിച്ച് ഞാനും വായിച്ചു பார்த்தത്. നല്ലത്. ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവാദ വിഷയം എന്ന് പറയുന്നത് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലെ സാന്നിധ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം സംബന്ധിച്ചാണ്. വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസിയായ ആളുകൾ അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റു പറയാൻ വേണ്ടി പറ്റുമോ? അതായത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു വിശ്വാസ്യതയുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗം മാത്രമല്ല, അതിൻ്റെ പിറകിൽ നിൽക്കുന്നതുമായ ചില രൗദ്രഭാവങ്ങളുണ്ട്. ഇത് ഗാന്ധിയുടെ നാടാണ്. ഗാന്ധി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറിയത് ആർക്ക് വേണ്ടിയാണ്? ആ ഗാന്ധിയുടെ നാട്ടിൽ
സമാധാനം, സൗഹൃദം, മതേതരത്വം പ്രത്യക്ഷം പ്രതിപാദിക്കാൻ കഴിയണം ഭരണഘടനാപരമായി തന്നെ. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല രാജ്യം, ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനകത്ത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരു സംഘർഷാത്മകത ഇല്ലാതെ എല്ലാം സൗഹൃദപൂർണ്ണമായി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ അതുണ്ടായി. ബാബറി മസ്ജിദ് തകർന്നു വീണു, തങ്കത്താഴികക്കൂടെ. അപ്പോൾ അത് വലിയ പ്രശ്നമായിരുന്നു. ശ്രീരാമക്ഷേത്രത്തിന് നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ. ഇതൊക്കെ നടക്കുമ്പോൾ ഒരു മതേതര രാജ്യം, ഭരണഘടനാപരമായി മതേതരം നിലനിൽക്കുന്നു പറയുന്ന രാജ്യത്തിനകത്ത് അത് സർക്കാർ നേരിട്ട് നടത്തുന്നതല്ല. അത് സംഘാടകന്മാരും അതിൻ്റെ പ്രവർത്തകന്മാരും പള്ളി ഉണ്ടാക്കുന്നുണ്ട്, സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്, ക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ നടക്കുന്നതല്ലേ. അതുപോലെ നടക്കുക സ്വാഭാവികമായി എന്നതല്ലാതെ അത് ഈ ക്ഷേത്ര നിർമ്മാണം അതൊരു ബാധ്യതയായും ഉത്തരവാദിത്വമായും വെല്ലുവിളിയോടുകൂടി സമീപിക്കുന്നത് മതേതര ഭാവത്തിന് ഒരു വേണ്ടത്ര യോജിക്കുന്നതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു നീക്കമൊക്കെ നടക്കാൻ കാരണം BJP കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നതുകൊണ്ടാണ്. അതിന് ചേരിയിൽ പല ജനാധിപത്യ കക്ഷികളും വിഘടിച്ച് നിൽക്കുന്ന സാഹചര്യം. കേരളത്തിൽ ഇടതുമുന്നണിയിൽ തന്നെ പല കേരള കോൺഗ്രസ്സുകളുണ്ട്. അപ്പോൾ ഈ ചെറു പാർട്ടികളൊക്കെ തന്നെ ഈ അഭിപ്രായ ഭിന്നതകൾ, കേരള കോൺഗ്രസ് എസ് അടക്കം അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് പോകേണ്ടുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടിയായി ഒരു ഫോറത്തിലേക്ക് വരേണ്ടുന്ന ഒരു ഘട്ടം ആയില്ലേ? അത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഏതെങ്കിലും ഒരു ക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ ഏതൊരു പള്ളി നിർമ്മാണം അതിൻ്റെ പേരിൽ ജനങ്ങൾ തമ്മിലിടിക്കുന്ന, ജനങ്ങൾ യുദ്ധം ചെയ്യുന്ന, ജനങ്ങളുടെ സൗഹൃദം തകർക്കുന്ന ഒന്നും ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ഒരു സംഘടനയാണ് ഞങ്ങൾ. കാരണം അത് ഗാന്ധിയൻ മൂല്യങ്ങൾ നിന്നുകൊണ്ടാണ്. ആ ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഇതെല്ലാം സംരക്ഷിക്കാനുള്ളതാണ് ഈ അദ്ദേഹത്തിൻ്റെ മഹായത്നങ്ങൾ. ആ ഗാന്ധിയിൽ നിന്ന് ഭരണകൂടങ്ങൾ വ്യതിചരിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴത്തെ പിന്നെ ശ്രദ്ധിക്കില്ല എന്ന് അറിയാലോ. അതുകൊണ്ടാണ് ഇതിൽ അവരെ തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഗാന്ധിജിയുടെ ഘാതകന് ചരിത്രഭൂഷണായി വാഴ്ത്തണമെന്നും രാജ്യത്തുടനീളം ക്ഷേത്രങ്ങളും പ്രതിമകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇവിടെ അത് നടക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന, ലോകസമാധാനത്തിന് ഉപയോഗിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാന ഭൂമിയിൽ ഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അടുത്ത കാലത്താണ്. അതാണ് ലോകം ഗാന്ധിയിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ഗാന്ധി തിരസ്കരിക്കപ്പെടുന്നു, ചരിത്രപുരുഷനായി വാഴ്ത്തണമെന്ന് പറയുന്നു ഘാതകനെ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ ഈ ജനാധിപത്യ പാർട്ടികളൊക്കെ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് കേരള കോൺഗ്രസ് അത് താങ്കൾ പറഞ്ഞ പോലെ ഈ ജനാധിപത്യ വിശ്വാസികളും മതേതരത്വം പരിപാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കക്ഷികളൊക്കെ തന്നെ ചെറുതും വലുതുമായ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ രാജ്യം രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം? ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച വിഷയം പോലെ അതല്ല രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. ഇവിടെ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ, തൊഴിലില്ലായ്മ, രാജ്യത്ത് എന്തെല്ലാം വികസന ആവശ്യങ്ങളും ജനകീയ ആവശ്യങ്ങളുണ്ട്. അതിന് പരിഹാരം കാണാനൊരു മഹായത്നം ആരംഭിക്കുന്ന സമയത്ത് ജനങ്ങളിൽ വെറുതെ വൈകാരികമായ സംഘർഷങ്ങളും സംഘടനകളും സംഘാതങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ഗുണകരമായ ഒന്നല്ല എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ചെറുതും വലുതുമായ ജനാധിപത്യ ശക്തികളും മതേതര വിശ്വാസികളും ഒക്കെ തന്നെ ചേർന്ന് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ഒരു യത്നം ആരംഭിക്കേണ്ടത് സമയം ഇതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അവസാനമായൊരു കാര്യം കൂടി, അങ്ങ് ഒരു കലാഹൃദയമുള്ള മന്ത്രിയാവണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചന്ദ്രകളഭം ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ പാട്ടിനോട്, വയലാറിൻ്റെ ആ പാട്ടിനോട് വലിയൊരു താല്പര്യം തോന്നാനുള്ളൊരു? അതിൻ്റെ ഒരു ആശയ ഗാംഭീര്യം കൊണ്ട് തന്നെയാണ്. കാരണം ആ തീരുമാനം ഒരു ജന്മം കൂടി തരുമോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ ആ വയലാറിൻ്റെ ഒരു ആത്മഭാവം ഉണ്ടല്ലോ, അത് അപാരമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വരികളും ഇത് ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ വരികൾ വാസ്തവത്തിൽ ആ വരികളിൽ വിനീതമാക്കപ്പെടുന്നൊരു സന്ദേശം വാസ്തവത്തിൽ ഒരു ജീവിത ഭാവമാണ്. ഒരു ലൗകിക ജീവിതത്തിൽ, പ്രാപഞ്ചിക ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ആത്മസന്ദേശം. അതാണ് അദ്ദേഹം വരികൾ സൃഷ്ടിച്ചതെന്നുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം. പല വേദികളിലും അങ്ങ് പാടിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി പാടുന്നുണ്ടെങ്കിൽ മന്ത്രിയായിട്ടാണ്. അതിനു മുമ്പ് ഒരു പാട്ട് കൂടി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പാടാൻ പറ്റുമോ? ഇത് പാട്ട് ഈ ചന്ദ്രകളഭം മുൻപ് പാടിയിട്ടുണ്ടല്ലോ.
വേണോ? പ്രശ്നമില്ല. ജലദോഷം ചുമയിലുള്ളതുകൊണ്ട് ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ മന്ത്രിസഭയിലെ കാരണവരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. പക്ഷേ യുവാവിൻ്റെ പ്രസരിപ്പോടെ തൻ്റെ ദൗത്യം നിറവേറ്റുമെന്നാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ്.